ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വാൾ ഡെക്കോ ചെയ്യാനാണ്. അപ്പോൾ ഒരുപാട് അബദ്ധങ്ങളിലൂടെയാണ് ഞാൻ ഈ വാൾ ഡെക്കോ അവസാനം എന്താവുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. എല്ലാവരും പറയത്തില്ലേ ഒരു കണക്കൂട്ടൽ വേണമെന്ന്. പക്ഷേ എനിക്കൊരു കണക്കൂട്ടലും ഇല്ലാതെ ഇങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തൊരു സംഭവമാണ്. അപ്പോൾ ആദ്യമേ ഞാനൊരു പേപ്പറിൽ ഒരു ഡോളിൻ്റെ ഷേപ്പ് വരച്ചെടുത്തു. പിന്നെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ പേപ്പറിനകത്ത് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വാളിലൊട്ടിക്കും. അങ്ങനെ പിന്നെ ഞാനത് ബേസ് ബോർഡിൻ്റെ മേളിൽ ഒട്ടിച്ചിട്ട് അത് വെട്ടിയെടുത്തു. അതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ കാല് സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടിയെടുത്തത്. അത് നമ്മുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി കാലും കൈയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കറുത്ത കളറ് കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചാർട്ട് പേപ്പർ വേണം. അപ്പോൾ ചാർട്ട് പേപ്പർ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു പിങ്ക് കളറിലെ ചാർട്ട് പേപ്പർ എടുത്ത് 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു അത് സ്ക്വയർ ഷേപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമ്മളൊരു കോൺ പോലെ നമ്മുടെ കപ്പലണ്ടി പൊതിയത്തില്ലേ, ആ ഒരു രീതി തന്നെ. അത് നമ്മളെല്ലാം ഒരു 5 എണ്ണം വേണം. അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് ഒട്ടിച്ചു. അതാണ് അതിൻ്റെ സ്കേർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഡോളിൻ്റെ സ്കേർട്ട് വരുന്നത്. അങ്ങനെ സ്കേർട്ട് ഞാൻ ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രണ്ടാമത്തെ അബദ്ധം മനസ്സിലായത്. കാരണം എൻ്റെ സ്കേർട്ടിന് ഇറക്കം കുറവായിപ്പോയി, എൻ്റെ ഡോളിന് നീളം കൂടിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ആ ബ്ലാക്ക് പോർഷൻ നമ്മുടെ സ്കേർട്ടിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭംഗിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എന്തോ ചെയ്തു, എൻ്റെ ബൊമ്മയ്ക്ക് ഇച്ചിരി നീളം കൂടിപ്പോയി, എൻ്റെ സ്കേർട്ടിന് ഇച്ചിരി. അതാണ് പറയുന്ന കണക്ക് കൂട്ടൽ വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തോ ചെയ്ത്, എനിക്ക് എന്തോ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്. കണ്ട, ഇടയിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് പോർഷൻ കാണാം. ഭാഗ്യത്തിന് കാല് നല്ല രീതിയിൽ ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചില്ല, ഗമ്മ് വെച്ചായതുകൊണ്ട് ഞാൻ നൈസിന് ആ കാലിങ്ങ് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ആ മുകളിലത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. ആ താഴോട്ട് ഇറക്കമുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും അത് സെറ്റായി. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതാക്കി മുകളിൽ ടോപ്പിന് വേണ്ടി ഒരു എന്താ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് അതും അടുത്തതും ഇതേപോലെ. ആദ്യമേ ഞാൻ കൊച്ചളവ് വെട്ടിയപ്പം എനിക്കത് സെറ്റായില്ല. പിന്നെ അതിനെ നൈസിന് ഞാൻ ഇച്ചിരി വലിയ അളവ് വെച്ചാക്കി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഡോള് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. അങ്ങനെ പിന്നീടാണ് ഞാൻ കാലൊട്ടിക്കുന്നത്. കാരണം ഇനി ഇളക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കാല് ഒട്ടിക്കാഞ്ഞത്. അങ്ങനെ കാലൊട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മിനുക്ക് പണികൾ ചെയ്യാം. അപ്പോൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു പൂ കൊടുത്തു. അവിടെ കുറച്ച് പൊങ്ങിയിരുന്നു, അപ്പോൾ ഒന്ന് ഒരു ഇച്ചിരി അതായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചാണ് പൂ കൊടുത്തത്. പിന്നെ ഗോൾഡൻ കളർ വെച്ച് ഒരു മാല, കമ്മലല്ല, നമ്മുടെ വള, പിന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു ഭാഗത്തും പിന്നെ ഉടുപ്പിൻ്റെ എല്ലാ ബോർഡറിലും ഗോൾഡ് കൊടുത്ത്. അത് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അപ്പം ഞാൻ വെച്ച് ഗോൾഡ് കൊടുക്കുക, ഇച്ചിരി റിച്ച് ലുക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞാണ് ആക്കി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണേ. പുതിയ ഏത് ക്രാഫ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ളതും എല്ലാം കമൻറ്റായിട്ട് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം എനിക്ക് പുതിയ പുതിയ ക്രാഫ്റ്റുകൾ കൊണ്ടുവരാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.